സ്നേഹമുള്ളവരെയും നോമ്പുകാലത്തിൻ്റെ 4-ാം ഞായറാഴ്ചയായ ഇന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 ഉള്ള വചനങ്ങളാണ് നമ്മുടെ സുവിശേഷ ഭാഗം. അതോടൊപ്പം റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ദൈവമക്കളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം നമ്മൾ കാണുന്നു പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിത് വലിയ പ്രൗഢി കാണിക്കാമെന്ന് വിചാരിച്ച മനുഷ്യരെ ദൈവം ചിതറിച്ചു. അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു, പല ഭാഷകളാക്കി, പരസ്പരം മനസ്സിലാകാൻ പറ്റാത്ത ഭാഷകളാക്കി മാറ്റിയ അവർ ആ ഒരു അവസ്ഥയിൽ നിന്നും ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരീതാ കരുണാവാരിധി അവനല്ലോ. അങ്ങനെ ചിതറിയ മനുഷ്യവംശത്തെ മുഴുവനും ഒന്നിച്ചു കൂട്ടുക എന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും സ്ഥായിയായ ഘടകം. അത് ദൈവം തീർച്ചയായിട്ടും നടപ്പാക്കും. എന്നാൽ അതേ സമയത്ത് ആ പഴയ നിയമ കാലഘട്ടത്തിലെ തിന്മ ചെയ്യുമ്പോൾ തന്നെ അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവരെ തന്നെ ശിക്ഷാവിധിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകത്തിലുള്ള വായനകളും നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാണ് ഒരു കാലഘട്ടമെങ്കിൽ ഇതാ പുതിയ നീതി വന്നിരിക്കുന്നു. ഈ ദൈവനീതിയിൽ ചിതറിയ ജനത്തെ ദൈവം ഒന്നിപ്പിക്കുകയും മനുഷ്യന്റെ പാപം മൂലം മനുഷ്യരിലുള്ള എല്ലാ പാപ അവസ്ഥയും രൂപാന്തരീകരിച്ച് പാപിയായ മനുഷ്യനെ ദൈവ മക്കളാക്കുകയും സ്വന്തം പുത്രന് കൊടുത്ത അതേ അവകാശങ്ങളെല്ലാം ആ മനുഷ്യ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും. എന്നാൽ ഇവിടെയാണ് പുതിയ നിയമത്തിന്റെ പ്രസക്തി. എന്നാൽ ശരീരത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒന്നിതാണ്, നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെ കുറിച്ചുമാണ് ഈ പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ആത്മാവിനാൽ നിറയുകയും യേശുവിൽ ജ്ഞാനപ്പെട്ടതിലൂടെ ദൈവമക്കളാകുകയും ചെയ്യുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. നമ്മൾ ഇനിമേൽ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ കൽപ്പനകളെ ആളല്ല നയിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ രഹസ്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശബ്ദമാണ് ആബാ പിതാവേ എന്ന് നമ്മളെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്ന പുത്രന്റെ ആത്മാവാണ് ആബാ പിതാവേ എന്ന് നമ്മളെ വിളിക്കുന്നത്. ഇതാണ് ഉത്ഥാനത്തിലൂടെ ദൈവം നമുക്കായി നൽകുന്നത്. ബാബേൽ ഗോപുരം പണിതപ്പോൾ ചിതറിയ മനുഷ്യവംശത്തെ മുഴുവനും പന്തക്കൊസ്താ നാളിൽ ഒരുമിച്ച് കൂട്ടുന്നു. ബാബേൽ ഗോപുരം പണിതപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിതറിക്കപ്പെട്ടുവെങ്കിൽ ഇതാ പന്തക്കൊസ്താ ദിവസത്തിൽ എല്ലാ ഭാഷക്കാരെയും ഒരുമിച്ച് കൂട്ടി ഒരു പുതിയ ഭാഷയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അതാണ് പന്തക്കൊസ്താ. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. ആ മുന്നേറ്റത്തിൽ നമ്മൾ പ്രധാനമായി വിശ്വസിക്കേണ്ടത്, അതോടൊപ്പം ഫരിസേയരും നിയമജ്ഞരും വിശ്വസിക്കാൻ മടിച്ചതുമായത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫരിസേയരും നിയമജ്ഞരും
10 കൽപ്പനകളെ കണിശമായി പാലിച്ചാൽ ദൈവരാജ്യം അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതല്ല വാസ്തവത്തിൽ ദൈവനീതി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത്, ഈശോ ഉപമകളിലൂടെ പറയുകയാണ്, ഒരേ മുന്തിരിത്തോട്ടത്തിലേക്ക് അവസാനം തൻ്റെ ഏക മകനെ അയച്ചപ്പോൾ ആ മകനെ, ആ അവകാശിയെ അവർ കൊന്നു, അവർ അവനെ തിരസ്കരിച്ചു. ഇത് വരാനിരിക്കുന്ന യേശുവിൻ്റെ ദൈവരാജ്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. യേശുവിന് 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം പ്രവചിച്ചുകൊണ്ടുള്ള സങ്കീർത്തന ഭാഗമാണ്. അഥവാ എല്ലാ സങ്കീർത്തനങ്ങളും യേശുവിൻ്റെ വരാനിരിക്കുന്ന ഈ ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള പ്രവചന ഗീതങ്ങളാണ്. 118-ാം സങ്കീർത്തനത്തിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ലിഖിതങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുമെന്ന് എഴുതിയിരിക്കുന്നത് ആ വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. സ്നേഹമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ രക്ഷാകര പദ്ധതി മുഴുവനും മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. രക്ഷ എന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പാപം ചെയ്ത മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവനെ ഉയർപ്പിന്റെ അനുഭവം നൽകി പുതിയ സൃഷ്ടിയാക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ പ്രവൃത്തിയല്ല. ആ അർത്ഥത്തിലാണ് റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നത്, ശരീരത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അശുദ്ധ വാസനകളും ജഡിക ആസക്തികളും നമ്മിലേക്ക് ഉത്ഭവപാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം ആണ് ഈ പറയുന്നത്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകരമായ ഈ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പുതിയ സൃഷ്ടിയായി മാറും. എന്നാൽ ഫരിസേയരും നിയമജ്ഞർക്കും ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പീഠാനുഭവവും മരണവും ഉത്ഥാനത്തിന് ശേഷം ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ വെളിപ്പെടുത്തലാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്നത് ആ ഉയർത്തെഴുന്നേറ്റ പുത്രന്റെ ആത്മാവാണ്. ഇത് ഫരിസേയരും നിയമജ്ഞരിലും നൽകപ്പെട്ടിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് നൽകപ്പെടാൻ സാധ്യമല്ല. അത് നൽകാൻ സാധിക്കുന്നത് ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ്. സ്നേഹമുള്ളവരെ, അതിനാൽ നമ്മുടെ ഈ നോയമ്പുകാല ചിന്തകളിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടത് എന്താണ്? ആരാണ് ഈ യേശു? ആ യേശു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലാണ്. ആ മൂലക്കല്ലിനെ, ആ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. യേശു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ന് പറയുമ്പോൾ നിയമജ്ഞരും ഫരിസേയരും അല്ലെങ്കിൽ യഹൂദ ഭവനമാകുന്ന ആ പണിക്കാർ, രക്ഷാകര പദ്ധതി അവരിലൂടെയാണ് ദൈവം അനാവരണപ്പെടുന്നത്. രക്ഷ യഹൂദരിലൂടെ വരും എന്നെല്ലാം അവർക്കറിയാമെങ്കിലും ആ രക്ഷകൻ വന്ന് അവരുടെ മുമ്പിൽ നിന്നിട്ട് അവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്, അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതെന്ന് ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചും
ഇത് ബാധകമാണ്. നമ്മൾ ഈ നോയമ്പ് കാലത്ത് എല്ലാവരും ധ്യാനിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ. അതായത് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ അറിയേണ്ടത്. മനുഷ്യന്റെ ശക്തിയിലൂടെ പാപം മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത്. ഈയിടയ്ക്ക് ഒരു അമ്മച്ചി ഇങ്ങനെ പറയുണ്ടായി, എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. അവനോട് എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. അവൻ മദ്യപിക്കുകയും അവൻ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുകയും ചെയ്ത് അവൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. അവനോട് ഞാൻ എത്ര പറഞ്ഞിട്ട് അവനത് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ അവനെ ഇതേമാതിരി മദ്യപിച്ച് പറയുകയാണ്, ഞാൻ വീട്ടിൽ കയറ്റില്ല. ബ്രദറെ, എനിക്ക് പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്താണ് വിശ്വസിക്കുന്നത്? അമ്മച്ചിയുടെ ഈ മകൻ ചെയ്യുന്ന ഈ തിന്മകൾക്കെല്ലാം കർത്താവ് ഈശോ മിശിഹ പരിഹാരം ചെയ്ത് കഴിഞ്ഞു എന്ന് അമ്മച്ചി വിശ്വസിക്കുന്നുവോ? അമ്മച്ചിക്ക് അതിന് ഉത്തരവൊന്നും പറയാൻ പറ്റുന്നില്ല. അവനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. എന്നേ ഇതാണ് ഇന്നും 2000 വർഷങ്ങൾക്ക് ശേഷം ഈ കത്തോലിക്ക സഭയിലെ പാരമ്പര്യ ക്രിസ്ത്യാനികളായ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അവരോട് എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? സ്നേഹമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ വളരേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഈശോ പറയുകയാണ്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ്. നമ്മളുടെ മാനുഷിക ശക്തി കൊണ്ടല്ല ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. ഒരുവനോട് നമ്മൾ എത്ര കണിശമായി കർക്കശമായി പറയുകയും അവനത് ചെയ്യാൻ അവനെ നിർബന്ധിക്കുകയും ചെയ്തതുകൊണ്ട് അവൻ ആ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപം ചെയ്യരുതെന്ന് അവനോട് കർക്കശമായി നിർബന്ധിച്ച് പറയുകയും ചെയ്തതുകൊണ്ട് ആ പാപത്തിൽ നിന്നും അവന് അകലാൻ പറ്റില്ല എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു രഹസ്യം. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത്, ശരീരത്തിൻ്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കുമെങ്കിൽ നമ്മൾ ജീവിക്കും. ശരീരത്തിൻ്റെ വാസനകളാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപവും. എല്ലാവരിലും ശരീരത്തിൻ്റെ പലതരത്തിലുള്ള വാസനകൾ കടന്നുകൂടി അവരെ പാപത്തിനെ അധീനമാക്കുന്നു. എങ്കിൽ അവർക്ക് സ്വയം അതിൽ നിന്ന് മോചിക്കുക സാധ്യമല്ല. അവർ മനസ്സ് വെച്ചതുകൊണ്ട് സാധ്യമല്ല, അവർ തീരുമാനിച്ചത് കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, മറിച്ച് എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് പൗലോസ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ ആ സ്നേഹഗീതത്തിന്റെ അവസാനം പറയുന്നത്, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ താനെ അസ്തമിക്കും. സ്നേഹമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് മുഴുവനും നമ്മൾ ചിന്തിക്കുന്നത് പൂർണ്ണതയിലേക്ക് നമ്മൾ ഉയരണം, പൂർണ്ണത നമ്മൾ സ്വീകരിക്കണം. പൂർണ്ണത എന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഒരിക്കൽ ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി? ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈശോ പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുന്നത് ഒരു പ്രവൃത്തിയായിട്ട് അന്ന് കണക്കാക്കിയിരുന്നില്ല, ഇന്നും പലരും കണക്കാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം, വിശ്വസിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം നടന്നോളും. ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വിശ്വസിക്കുക, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനെ, ആ ഈശോ തമ്പുരാൻ
മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപം ഏറ്റെടുത്തു. അതിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ മക്കളും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. അതാണ് ഫരിസേയർക്കും നിയമജ്ഞർക്കും വിശ്വസിക്കാൻ പറ്റാഞ്ഞത്. അതാണ് നമ്മളിൽ ഇന്നും ഉള്ള അപൂർണത. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോഴും നമ്മളെയും നമ്മുടെ മക്കളെയും കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കാൻ വേണ്ടി കർക്കശമായി ശിക്ഷണങ്ങൾ നടത്തുന്നുവെങ്കിൽ അതല്ല രക്ഷയുടെ മാർഗം. അതാണ് ഇവിടെ പറയുന്നത്. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. വിസ്മയനീയമായ ഒരു കാര്യമാണ് ഈ രക്ഷയെന്ന് നമ്മൾ വിശ്വസിക്കണം. വിസ്മയനീയത എന്ന് പറഞ്ഞാൽ മനുഷ്യ ശക്തിക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ആ അടിസ്ഥാനത്തിലാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ ഈ 8-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നത്, നാം ദൈവമക്കളെങ്കിൽ അവകാശികളാണ്. നമ്മളെ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവം മക്കളാക്കി മാറ്റിയിരിക്കുന്നു. ആ യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നമ്മളിൽ യേശു നൽകുന്ന യേശു ജീവിക്കുന്നു. ആ യേശുവിന്റെ ജീവൻ തുടിക്കുന്നു. ദൈവമക്കളാണ് നമ്മൾ എന്ന് നമ്മൾ അറിയണം, നമ്മൾ വിശ്വസിക്കണം. മാത്രമല്ല, നമ്മൾ ദൈവമക്കളാണെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഇപ്പോൾ അവനോടൊപ്പം നാം പീഡ അനുഭവിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പീഡ, പാപം മൂലമുള്ള പീഡയായാലും എന്ത് തരത്തിലുള്ള പീഡയായാലും, ഇതെല്ലാം യേശുവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുകയും ഐക്യപ്പെടുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് അത് ഐക്യപ്പെട്ടുകൊള്ളും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായ ഒരു അറിവ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. ദൈവം, നമ്മൾ ആബേൽ ഗോപുരം പണിതപ്പോൾ ചിതറിച്ച ദൈവം ജോഷുവയുടെ കാലത്ത് ശിക്ഷിച്ചതായി കാണുന്ന ദൈവം, എന്നാൽ ആ ദൈവം കരുണാസമ്പന്നനാണെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായായി മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരെ സകല തിന്മകളുടെ മേലും കരുണ കാണിച്ചുകൊണ്ട് അവർ ചെയ്ത തെറ്റും ആ തെറ്റിന്റെ ശിക്ഷയും ആ തെറ്റിന്റെ ശാപവും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരെ മുഴുവനും സ്വന്തം മക്കളാക്കി മാറ്റിയിരിക്കുന്നു. നമ്മൾ ഒരു കാലത്ത് പാപികളായിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ദൈവം നമ്മളെ കാണുന്നത് തൻ്റെ സ്വന്തം മക്കളായിട്ടാണ്. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ യോഗ്യരായി ഇവിടെ ഈ ദേവാലയത്തിൽ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു, മുട്ടുകുത്തുന്നു, ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവമക്കളായതുകൊണ്ടാണ്. ആ ദൈവമക്കളാണ് നമ്മളെങ്കിൽ ഇവിടെയാണ് ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവകാശം എന്താണ്. നമ്മളെ വീണ്ടും അടിമത്വത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ ആണോ ദൈവം തന്നിരിക്കുന്നത്? നമ്മളെ ചെയ്യുന്ന തെറ്റുകളെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കുന്നതാണോ ദൈവത്തിൻ്റെ മഹത്വം? ഒരിക്കലുമല്ല. അതാണ് വഴിതെറ്റിപ്പോയ ഒരു ആട്ടിൻകുട്ടിയെ പുറകെ പോയിട്ട് കണ്ടുകിട്ടുവോളം അവനെ അന്വേഷിച്ച് നടന്ന് തോളിലേറ്റുന്ന ഒരു ഇടയനെയാണ് നമ്മൾ ഈ കരുണയുടെ വർഷം മുഴുവനും ധ്യാനിക്കുന്നത്. ഈ ഒരാശയമാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. മെസറിക്കോർഡിയ എന്നാണ് ലത്തീനിലെല്ലാം പറയുന്നത് കരുണയെ. മെസറി എന്ന് പറയുന്നത് മനുഷ്യരുടെ സകല കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും
ആ ദുഃഖ ദുരിതങ്ങളാകുന്ന മെസറിയെ കോർഡിയ എന്ന ഹൃദയത്തിലേക്ക്, ഹൃദയം കോർഡിയ, ആ കോർ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന ദൈവത്തെ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ കാണുന്നുണ്ട്. കരുണാസമ്പന്നനായ ദൈവം മനുഷ്യരെ മുഴുവനും ആ കരുണ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്നുള്ളതാണ്. അതാണ് ആ മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ മുന്തിരിത്തോട്ടം നട്ടുവളർത്തി അതിന് വേലി കെട്ടി. ആ കൃഷിക്കാരൻ ഇതാ അവസാനം ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ തൻ്റെ ഏക മകനെ അയച്ചപ്പോൾ അവനെയും അവർ തിരസ്കരിച്ച. ഇതാണ് രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ഫരിസേയരും നിയമജ്ഞരും ചെയ്തതെങ്കിൽ ഈ നൊയമ്പ് കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള അറിവ് ദൈവം നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നും ആ അറിവിലേക്ക് നമ്മൾ പടിപടിയായി ഉയരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ പൂർണ്ണമായ അറിവ് നമുക്കുണ്ടാകുന്നത് ഈ നിത്യജീവൻ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിത്യജീവനെ കുറിച്ചുള്ള പൂർണ്ണമായ അവബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്കതുണ്ടാകുമ്പോൾ നമ്മൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്ന ആ മൂലക്കല്ലിൽ തട്ടി വീഴാതെ, ആ മൂലക്കല്ല് നമ്മുടെ മീതെ വീഴാതെ, ആ മൂലക്കല്ലിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആ മൂലക്കല്ലിന്മേൽ നമ്മുടെ ഭവനം നമ്മൾ പണിതുയർത്തും. ആ ഭവനം ഒരിക്കലും ചിതറുകയില്ല, ആ ഭവനം ഒരിക്കലും തളരുകയില്ല. അത് പൂഴിയിൽ പണിത വീട് പോലെ അല്ല, അത് പാറമേൽ പണിത ഭവനം പോലെ ആയിരിക്കും. അത് കർത്താവിൻ്റെ കൽപ്പനകൾ കൽഭരകളിൽ എഴുതിയ പോലെ ആവില്ല, അത് ഹൃദയഭരകങ്ങളിൽ എഴുതിയ ആത്മാവിൻ്റെ പുതിയ നിയമം പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മക്കളാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അവകാശികളാണെന്നുള്ള ബോധ്യത്തോടുകൂടി പാപത്തിന്റെ അടിമത്വത്തിന്റെ മുഖം കർത്താവിശ്വമിശിഹായെടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പുത്രസ്വീകാര്യത്തിന്റെയും ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെയും ആ വലിയ ആനന്ദമാണ് നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നതെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദ ലോർഡ്.